ഹലോ മക്കളെ, കെത്തളു എന്ന് പറയുന്ന ഗോത്ര കവിത പഠിച്ച സമയത്ത് നമ്മൾ കുറേ ഗോത്രഭാഷാ പദങ്ങൾ നമ്മൾ പരിചയപ്പെട്ടിരുന്നു അല്ലെ. അപ്പൊ അത്തരം ഗോത്രഭാഷയുടെ പ്രാദേശിക പദങ്ങൾ കൂടെ നമുക്ക് നോക്കാം. എന്തായിരുന്നു കെത്തളു എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം? എന്തായിരുന്നു? ഏട്ടക്കൂരി എന്ന് പറയുന്ന മത്സ്യത്തെയാണ് കെത്തളു എന്ന വാക്കുകൊണ്ട് സൂചിപ്പിച്ചത്. കാടാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടാന എന്നുള്ള അർത്ഥമാണ്. പെറ്റുപൂന്ത, പെറ്റുവീണ എന്നുള്ള അർത്ഥം. പുളേ കുഞ്ഞ്, കറുത്തേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുത്തത്, നീരുക്കാക്ക, നീർക്കാക്ക. ചിലതൊക്കെ അതേ സാമ്യം നമുക്ക് വായിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു, മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന വാക്കുകളാണ്. മുങ്കിന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുങ്ങിയ, അതില്ലാത്ത പദങ്ങളും ഉണ്ട്. ഗുണ്ടില, കുഴിയിൽ, മീനുവ, മീനുകൾ. തറകെട്ടിൻ്റോ വീട്ടു തിണ്ണ അല്ലെ, വീടിന്റെ തിണ്ണ കിട്ടുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. മരഭാവു പൂവും മരവാഴപ്പൂക്കളെയാണ് സൂചിപ്പിച്ചത്. തടാക്കിൻ്റോ തേടുന്നു. മുങ്കിപ്പോണ്ട, മുങ്ങാങ്കുഴിയിട്ട. കല്ലുകേരി മീനുക്ക്, കല്ലുന്തി മീനിന് എന്നുള്ളതാണ് കല്ലുകേരി മീനുക്ക് എന്നുള്ള വാക്കിന്റെ അർത്ഥം. മുക്കുബെട്ടു, മൂക്കുത്തി. വേണു, വേണം. കന്നാരപ്പൂ, കന്നാമ്പുഴ. നരച്ചിന്റെ, നരസിപ്പുഴ. പൊന്നുകുണ്ടുപൂവെ, പൊൻകുഴിപ്പുഴ. അതേപോലെ കാടുക്ക്, കാട്ടിലേക്ക്. ഓട്ടിക്കാന്റെ, ഓടിക്കളഞ്ഞു. വളഞ്ചു, ചുറ്റും. പുവെ വെട്ടി, പുഴ വെട്ടി. വാളെ, വാള. ചാന്തു, ചന്തം. കുത്തിബൂന്ത, കുത്തിവീണ. ജാറെല്ലു, പഴുക്കലാണ്. ഏവു, ഏഴ്. ദിഗിന്ന, ഇറങ്ങി എന്നുള്ള അർത്ഥമാണ് അല്ലെ. അപ്പൊ ഇങ്ങനെ ചിലതൊക്കെ നമുക്ക് മനസ്സിലാവും, ചിലതൊക്കെ നമുക്ക് മനസ്സിലാവാത്ത വാക്കുകളാണ്. അപ്പൊ ഗോത്രഭാഷയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ടീച്ചർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഗോത്രഭാഷ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് നമുക്ക് വരാൻ സാധ്യതയുള്ള ഒന്നാണ്. അപ്പൊ അതുകൂടെ എന്ത് ചെയ്യാം, മക്കള് കണ്ടു നോക്കുക കേട്ടോ. അടിപൊളിയായിട്ട് പഠിക്കുക, ഉഷാറായിട്ട് ഇരിക്കുക.